നമസ്കാരം. ഇന്നലെ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു കിടിലൻ വിധി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉഗ്രൻ നിരീക്ഷണമാണ് കോടതി നടത്തിയത്. മറ്റൊന്നുമല്ല, സർക്കാർ ജോലി തോന്നിയതുപോലെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ അങ്ങനെ കൊടുക്കാനാവില്ല. പരീക്ഷ എഴുതി വിജയിച്ച് അത് നേടിയെടുക്കുന്നവർക്ക് മാത്രമാണ് സർക്കാർ ജോലിക്കുള്ള അധികാരം, അവകാശം എന്നാണ് കോടതി വിധി. ഇതിനു മുൻപും സുപ്രീം കോടതിയുടെയും മറ്റ് ഹൈക്കോടതികളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിധികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത് ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിജയ് മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുന്ന വിജയ് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകിയിരുന്നു, ഉത്തരവ് കൈമാറിയിരുന്നു. പക്ഷേ ആ നിയമനം റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ജോലി കൊടുക്കാനാണെങ്കിൽ അപകടത്തിൽ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും മരണപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ ആശ്രിതർക്ക് ഇങ്ങനെ ജോലി കൊടുക്കാൻ സർക്കാരിന് കഴിയുമോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അത് തമിഴ്നാട്ടിൽ മാത്രം പ്രസക്തിയുള്ള ഒരു ചോദ്യമല്ല, ഒരു വിധിയല്ല ഇത്. കേരളത്തിലും ഇതേപോലെ തന്നെയുള്ള വിധികൾ ഉണ്ടാകണം, ഇതേപോലെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം വളരെ യുക്തിക്ക് നിരക്കുന്ന ഒരു വിധിയാണിത്. നമ്മൾ എപ്പോഴും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിലെ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ സർക്കാരിനൊരു അബദ്ധം സംഭവിച്ചാൽ ആ അബദ്ധത്തിന് പരിഹാരമായിട്ട് സർക്കാർ ജോലി കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് അർഹതപ്പെട്ട ആളുകളുടെ അവസരമാണ് അങ്ങനെ നഷ്ടമാകുന്നത്. സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഇതൊക്കെ ഒരിക്കലും നിയമപരമല്ല. ഇങ്ങനെ സർക്കാരുകൾ അവരുടെ ഇഷ്ടത്തിന് സർക്കാർ തലത്തിലുള്ള ഇളവ് വെച്ചാണ് അവരിങ്ങനെ ജോലികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും നിയമപരമായിട്ടുള്ള യാതൊരു സാധുതയുമില്ല. ഇതിനെയൊക്കെ നമുക്ക് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഒക്കെ ചോദ്യം ചെയ്യാം. അതിനൊന്നും ആരും മെനക്കെടാത്തതാണ്. ഇപ്പോൾ കൃത്യമായിട്ടും കിട്ടേണ്ട ഇന്നയാൾക്ക് കിട്ടേണ്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കടുത്ത ദുരന്തങ്ങളിൽ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊരു ജോലി കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പരമാവധി ആളുകൾക്കും എന്തെങ്കിലും തൊഴിലിനുള്ള പരിശീലനമോ എന്തെങ്കിലും സാമ്പത്തിക സഹായമോ ഒക്കെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടത്. അല്ലാതെ തൊഴിൽ ഇങ്ങനെ സർക്കാർ ജോലി ഇങ്ങനെ ഓരോരുത്തർക്കും തന്നിഷ്ടപ്രകാരം കൊടുക്കുന്നത് നല്ല ഒരു പ്രവണതയല്ല. ഇവിടെ അർഹതപ്പെട്ട ആളുകൾ മണ്ണുവാരി തിന്നുകയാണ്, മുട്ടിലിഴയുകയാണ്, ഒരുപാട് പേർ ജീവൻ ഒടുക്കുകയാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നാട് വിടുകയാണ്. PSC എഴുതി പരീക്ഷ എഴുതി അതിലൊരു ജോലി കിട്ടും എന്ന് വിചാരിച്ച് ആ പ്രതീക്ഷയിൽ ഒരു ജീവിതം മുഴുവൻ തീർന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വിധി കൂടിയാണിത്. എന്തൊരു അവസ്ഥയാണ്! അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അനർഹരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പഴുതുണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പഴുതുകൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ അകത്ത് കയറി പറ്റുന്നു. അല്ലാത്തവർ പുറത്തു നിന്ന് അത് കാണേണ്ടി വരുന്ന അവസ്ഥ, ഇതിനൊക്കെ സാക്ഷിയാകേണ്ടി വരുന്ന അവസ്ഥ എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള വിധിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതി ഉൾപ്പെടെ ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെ ഇതൊന്ന് പുനഃപരിശോധിക്കണം, ഇങ്ങനെ ജോലി കൊടുക്കുന്നത്. അതല്ലാതെ വേറൊരു ട്രെൻഡും കൂടെ ഉണ്ട്. എങ്ങനെങ്കിലുമൊക്കെ വൈറലാകുന്ന ആളുകൾ ഉടനെ ചോദിക്കുന്നത് സർക്കാർ ജോലിയാണ്. ഈ മലയിടുക്കിലൊക്കെ പെട്ടുപോയ ആളുകൾ അല്ലെങ്കിൽ മലയിലൊക്കെ ആരുടെയും അനുവാദമില്ലാതെ വലിഞ്ഞു കയറിയിട്ട് അവിടെ ഒറ്റപ്പെട്ടിട്ട് ദിവസങ്ങളോളം നമ്മുടെ പൈസ ചെലവാക്കി സർക്കാർ അവരെ രക്ഷപ്പെടുത്തി എടുത്തു കഴിയുമ്പോൾ പിന്നെ അവരാവശ്യപ്പെടുന്നത് സർക്കാർ ജോലിയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഒരു കാരണവശാലും ഈ രീതിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സാഹചര്യം എന്താണെങ്കിലും വേറെ ആരും സഹായിക്കാനില്ല, ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഇപ്പോൾ വയനാട്ടിലെ ശ്രുതിയുടെയൊക്കെ കാര്യം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അവർക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. എന്നിട്ട് പോലും ശ്രുതിക്ക് ജോലി കിട്ടിയ ശേഷം മറ്റ് ഡിമാൻഡുകളും ശ്രുതി മുന്നോട്ട് വെച്ചു. പണം വേണമെന്ന് പറഞ്ഞു, പണം കൊടുത്തതിന് ശേഷം വീട് വേണമെന്ന് പറഞ്ഞു, ഞാൻ ആ പണം തിരികെ തന്നേക്കാം, വീട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആവശ്യങ്ങൾ മനുഷ്യൻ്റെ അവസാനിക്കില്ല. ഒരാവശ്യം സർക്കാർ സൗജന്യമായിട്ട് നിറവേറ്റി കൊടുത്താൽ പിന്നെയും പിന്നെയും ഇവർ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ളതല്ല നമ്മുടെ ഖജനാവിലെ പണം, പൊതുജനങ്ങളുടെ പണം, അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം. അതുമാത്രമല്ല, ഈ അർഹത എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെയും വിവരത്തിൻ്റെയും ഒക്കെ കാര്യത്തിന് കൂടി ബാധകമല്ലേ? ഇപ്പോൾ +2 യോഗ്യത വേണ്ട ഒരു തസ്തികയിലേക്ക് 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഒരു അനർഹനെ കയറ്റുമ്പോൾ ആ ഒരു തസ്തികയുടെ ക്വാളിറ്റിയാണ് അവിടെ കുറയുന്നത്. അല്ലെങ്കിൽ അവർ തരുന്ന സേവനത്തിൻ്റെ ക്വാളിറ്റിയാണ് കുറയുന്നത്, നിലവാരം കുറയുകയാണ്, ഗുണനിലവാരം. അപ്പോൾ അതും കൂടിയൊക്കെ നമ്മളൊന്ന് കണക്കിലെടുക്കണം. ആരെയെങ്കിലുമൊക്കെ ആശ്രിത നിയമനം എന്ന പേരിൽ നിയമിക്കുമ്പോൾ ആ പദവിക്ക് ചേർന്ന വിദ്യാഭ്യാസ യോഗ്യതയും വിവരവും അല്ലെങ്കിൽ അനുഭവ സമ്പത്തുമൊക്കെ ഉള്ള ആളാണോ അത് എന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ, ഇപ്പോൾ കരൂർ ദുരന്തത്തിൽ മരിച്ചത് വിജയുടെ ആരാധകരാണ് മരണപ്പെട്ടത്, അവരത്രയും അവരുടെ ബന്ധുക്കൾ അത്രയും വിജയ്ക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. പക്ഷെ ഒരു മുഖ്യമന്ത്രി ആയ ശേഷം അവർക്കൊക്കെ ജോലി കൊടുത്തേക്കാം എന്ന തീരുമാനം അതെത്ര വലിയ തെറ്റാണ്, എത്ര ജനാധിപത്യ വിരുദ്ധമാണ്. പുറത്തു നിൽക്കുന്ന, പരീക്ഷ എഴുതി കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന, അവർക്ക് നേരെ നടത്തുന്ന കൊഞ്ഞനം കുത്തലല്ലേ അത്? തീർച്ചയായിട്ടും നമ്മുടെ കോടതികളുടെ ഇത്തരം വിധികളാണ് നമ്മളെ ഇവിടെ മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷ തന്ന് പ്രേരിപ്പിക്കുന്നത്. കോടതികൾ ഇവിടെ ഉണ്ടല്ലോ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്താനും വിധികൾ പുറപ്പെടുവിക്കാനും എന്നുള്ള ആശ്വാസം മാത്രമാണ് നമുക്കെല്ലാം ഉള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഈ വിധിയോട് എങ്ങനെ സമീപിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.